എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല. എ ഫോർമുല ടു ലേൺ ഫ്ലുവൻറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ത്രൂ മലയാളം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, വർത്തമാനകാലത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഈസ്, ആർ, ആം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ രൂപപ്പെടുന്നതെന്ന് കണ്ടു. അതേ ഈസ്, ആർ, ആം ആണ്, ആകുന്നു എന്ന് പറയാനും അതാണ് ഉപയോഗിക്കുന്നത്. ഈ ഈസ്, ആർ, ആം ഹെൽപ്പിംഗ് വെർബായിട്ടാണ് കഴിഞ്ഞ ഈ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ കണ്ടത്. അത് മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർബായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഐ ആം ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആം ഹെൽപ്പിംഗ് വെർബും ഈറ്റിംഗ് മെയിൻ വെർബുമാണ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു അമ്മാവൻ ദുബായിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തേക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സഹോദരിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി അയാളെ കണ്ടു, അയാളെ പരിചയപ്പെടുകയാണ്. ആം രവി, ഞാൻ രവിയാണ്. ഷീസ് മൈ സിസ്റ്റർ സുമ, ഇതെൻ്റെ സഹോദരി സുമയാണ്. അത് ദിസ് ഈസ് മൈ സിസ്റ്റർ സുമ എന്നും പറയാം. ഇവിടെ ആം രവി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വെർബില്ല. ഈ ആം ആണ് വെർബുള്ളൂ. ഹെൽപ്പിംഗ് വെർബായ ആം മാത്രമേ ഉള്ളൂ. രവി വന്നിട്ട് നൗണാണ്, ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ വെർബില്ലാത്തപ്പോൾ ഈ ആം മെയിൻ വെർബായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇവിടെ. ഇപ്പോൾ അതിൻ്റെ പവർ മെയിൻ വെർബായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ആണ് എന്നാണ്. ഞാൻ രവിയാണ് പറഞ്ഞല്ലോ, ആം രവി. ഇനിയൊരു സെൻറ്റൻസ് നോക്കൂ. ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുകയാണ്. അവിടെയും ആണ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം ആണ്. നോക്കൂ, മുംബൈ ഈസ് എ ബിസി സിറ്റി. മുംബൈ ഒരു തിരക്കുള്ള നഗരമാണ്. അവിടെയും ആണ്. ദീസ് ആർ യുവേഴ്സ്. ഇതെല്ലാം നിങ്ങളുടേതാണ്. നോക്കൂ, ദോസ് ആർ മൈൻ. അതെല്ലാം എൻ്റേതാണ്. ഇപ്പം മനസ്സിലായില്ലേ? ഈസ്, ആർ, ആം അതിൻ്റെ മീനിങ് എങ്ങനെയാണ്, ഇവിടെയൊക്കെ ഈ സെൻറ്റൻസുകളിൽ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാ ക്ലാസ്സുകളിലും ഈ ഒരു ജോലി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബ്സ്, കുറച്ച് വെർബ്സ് ഇതുമാതിരി ഞാൻ എഴുതി കാണിക്കും. നിങ്ങളത് നോട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പോംവഴി. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും, നിയമങ്ങളൊക്കെ ഇതിലൂടെ പഠിക്കാൻ പറ്റും. പക്ഷേ സംസാരിക്കണമെങ്കിൽ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ, ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും മലയാളം സംസാരിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് പോയി പെടണം. അങ്ങനെ ആകുമ്പോൾ ഫാസ്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായി പഠിച്ചോളും. ഇത് ഞാൻ പറഞ്ഞ വഴി, മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞ മാതിരിയുള്ള വഴികളിലൂടെയൊക്കെ ട്രൈ ചെയ്യുക. ഇത് വളരെ ഉപകാരപ്പെടും. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു മകൻ എവിടെ പുറത്ത് ജോലി ചെയ്യുന്ന മകൻ നാട്ടിൽ വന്നു. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നാട്ടിൽ വന്നു. മകൻ്റെ കൂടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട്. ആ ഫ്രണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ അറിയത്തുള്ളൂ. നാട്ടിൽ വന്ന ഉടനെ എപ്പോഴാണ് അറിയുന്നത്, അമ്മാവന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മകൻ എന്ത് ചെയ്തു, അമ്മാവൻ്റെ വീട്ടിലോട്ട് പോയി. ഫ്രണ്ടിനെ നിങ്ങളുടെ വീട്ടിൽ വിട്ടിട്ടാണ് പോയത്. കാരണം ഫ്രണ്ടിന് പനിയായിരുന്നു. അപ്പോൾ അയാൾ വരാൻ കുറേ ലേറ്റായി. ഇയാൾക്ക് പനിയാണ്, അയാളോട് എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അങ്ങനെ സംസാരിക്കണ്ടെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഡു യു വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഹോട്ട് വാട്ടർ, എന്തെങ്കിലും ചോദിക്കണമല്ലോ. ഡു യു വാണ്ട്
അങ്ങനെയുള്ള എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ പഠിക്കണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എളുപ്പമാകും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്, V1 V2 V3 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു വേർഡ് ബിഗിൻ, ബിഗിൻ, ബിഗൻ, ബിഗൻ, ബിഗിൻ, ബിഗാൻ, ബിഗൻ. ഇവിടെ ഞാൻ ബിഗൻ എന്നാണ് തോന്നുന്നത് എഴുതിയിരിക്കുന്നത്. V2 അത് ബിഗാൻ ആണ് കേട്ടോ. ബിഗിൻ, ബിഗാൻ, ബിഗൻ. ബിക്കം, ബിക്കെയിം, ബിക്കം. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. ബിൽഡ്, ബിൽട്ട്, ബിൽട്ട്. ബൈ, ബോട്ട്, ബോട്ട്. catch, caught, caught. Choose, chose, chosen. Do, did, done. Draw, drew, drawn. ഇത്രയുമാണ് ഒരു 10 വെർബ്സാണ്. നിങ്ങൾ കഴിയുന്നത്ര വെർബ്സ്, ഈ വെർബ്സ് കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ ഈ 3 ഫോമുകൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ വളരെ 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 എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഇംഗ്ലീഷ് എല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഇംഗ്ലീഷ് ഉണ്ടാക്കിയിരിക്കുന്നത് മലയാളത്തിന് വേണ്ടിയല്ല, മലയാളം ഉണ്ടാക്കിയിരിക്കുന്നതും ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയല്ല. ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയുള്ളതും മലയാളം മലയാളക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മലയാളത്തിലുള്ള വാചകങ്ങൾ അതിന് സമാനമായ ഇംഗ്ലീഷ് ആണ് എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ, ഒരു കാര്യം പറയുന്നത് തന്നെ പല വിധത്തിൽ പറയാം. ഏകദേശം മീനിങ്ങളൊക്കെ ഈക്വൽ ആയിരിക്കും. നമ്മൾ കൂടുതൽ സാമ്യമുള്ളതാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാരമില്ല എന്ന് പറയുന്നു. സാരമില്ല എന്ന് എങ്ങനെ പറയും? ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് പറയാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇനിയൊരു സാഹചര്യത്തിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം, നോ പ്രോബ്ലം എന്ന് പറയാം, ഡോണ്ട് വറി എന്ന് പറയാം. ഇതൊക്കെ ഏകദേശം ഒരേ മീനിങ്ങുകളാണ് വരുന്നത്. ഒരു ശങ്കരേട്ടൻ ഉണ്ടായിരുന്നു. ശങ്കരേട്ടൻ്റെ കൂട്ടുകാരനാണ് കുട്ടപ്പൻ. കുട്ടപ്പൻ ശങ്കരേട്ടനെ കാണാൻ വന്നു. ശങ്കരേട്ടനോട് ചോദിച്ചു, ഹൗ ആർ യു? ഐ ആം ഫൈൻ കുട്ടപ്പ എന്ന്. ഓ ഓക്കെ, ഹൗ ആർ യു കുട്ടപ്പ? ഐ ആം ഓൾസോ ഫൈൻ. വാട്ട് ഈസ് യുവർ സൺ ഡൂയിങ് നൗ? ഹി വർക്ക്സ് ഫോർ എ കമ്പനി. നൗ ഹി വർക്ക്സ് ഫോർ എ കമ്പനി എന്ന് പറയും. ഈ ശങ്കരൻ ചേട്ടൻ നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, പക്ഷെ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറയും. അപ്പോൾ കുട്ടപ്പൻ ചേട്ടൻ വീണ്ടും ചോദിക്കും, ഓ ഹി മൈറ്റ് ഹാവ് ഏൺ ലോട്ട് ഓഫ് മണി ദെൻ. അപ്പോൾ നിങ്ങളുടെ മകൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ? നോ 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 നോ, ഹി ഹാസ് എ ബാഡ് ഹാബിറ്റ്. അവനൊരു മോശം സ്വഭാവമുണ്ട് എന്ന് പറയും. ഓ വാട്ട് ഹാപ്പൻ, വാട്ട്സ് ദാറ്റ് എന്ന് ചോദിക്കും. ഞാൻ പറയും, അപ്പോൾ ശങ്കരൻ ചേട്ടൻ പറയും, ഹീ സ്പെൻഡ്സ് മണി വിതൗട്ട് ഹാൻഡ് ആൻഡ് മാത്തമാറ്റിക്സ്. ശങ്കരേട്ടൻ ഉദ്ദേശിച്ചത് അവൻ കയ്യും കണക്കുമില്ലാതെ പണം ചെലവായിക്കൊണ്ടിരിക്കുന്നതാണ്. കയ്യും കണക്കുമില്ലാതെ പണം ചെലവായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷാണ് ശങ്കരേട്ടൻ പറഞ്ഞത്. ഇതൊരു ഇംഗ്ലീഷുകാരൻ കേൾക്കുകയാണെങ്കിൽ കയ്യും ഇല്ല, കണക്കും അറിയില്ല, അവൻ ഒരുപാട് പണം ചെലവാക്കുന്നു അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഈ കയ്യും കണക്കും എന്നുള്ളതൊരു മലയാള വാചകമാണ്. അതിന് സമാനമായിട്ടുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഹീ സ്പെൻഡ്സ് മണി ലാവിഷ്ലി എന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ ഇതെന്തിനാ പറഞ്ഞത് വെച്ചാൽ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോമഡി പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാസും ഹാവും ആണ്. പിന്നെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് എടുക്കുക. നമുക്കിവിടെ വെർബ് എടുത്തിരിക്കുന്നത് ഗെറ്റ് ആണ്. ഗെറ്റിന് ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. V1 ഗെറ്റാണ്, V2 ഗോട്ടാണ്, V3 ഗോട്ടാണ്. ഈ ഹാസും ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. അത് അത്രയാണ് മെയിനായിട്ട് അറിയേണ്ടത്. ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാസും ഹാവും ഉപയോഗിക്കുന്നത്.
ഐ ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് സ്മോൾ സെൻറ്റൻസുകൾ പറയുകയാണ് കേട്ടോ. കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് ഗോട്ട് എന്ന് പറയുന്നത്. കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്കതിന് പദങ്ങൾ ഉണ്ടാക്കാം. അതെല്ലാം മുന്നോട്ടുള്ള ക്ലാസ്സിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു കറക്റ്റായ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഐ ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹാവ് യു ഗോട്ട്? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഐ ഹാവിൻ ഗോട്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. ഹാവിൻ യു ഗോട്ട്? നിനക്ക് കിട്ടിയിട്ടില്ലേ? ഐ ഹാവ് 2 ചിൽഡ്രൻ. എനിക്ക് 2 കുട്ടികളുണ്ട്. ഐ ഹാവ് 2 ചിൽഡ്രൻ. എനിക്ക് 2 കുട്ടികളുണ്ട്. ഇനി ഒരു ചോദ്യം നോക്ക്. ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളുണ്ട്? സിബ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളാണ്. അത് സഹോദരിയും ആവാം സഹോദരനും ആവാം. ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? നിനക്ക് എത്ര സഹോദരങ്ങളുണ്ട്? ഐ ഹാവ് 2 സിബ്ലിങ്സ്, എ സിസ്റ്റർ ആൻഡ് എ ബ്രദർ. ഇല്ലെങ്കിൽ സഹോദരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി സിബ്ലിങ്സ്. എനിക്ക് സഹോദരങ്ങളില്ല. അങ്ങനെയും പറയാം. ഇപ്പോൾ ഒരു സിംഗുലറിലാണെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഈ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂരലിലാണ്. സിംഗുലറിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഷീ ഹാസ് ഗോട്ട്. അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹാസ് ഷീ ഗോട്ട്? അവൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഷീ ഹാസൻ ഗോട്ട്. അവൾക്ക് കിട്ടിയിട്ടില്ല. ഹാസൻ ഷീ ഗോട്ട്? അവൾക്ക് കിട്ടിയിട്ടുണ്ടോ? അവൾക്ക് കിട്ടിയിട്ടില്ലേ എന്നാണ്. ഹാസൻ ഷീ ഗോട്ട്? അവൾക്ക് കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൾക്ക് കിട്ടിയിട്ടില്ലേ എന്നാണ്. ഷീ ഹാസ് 3 ബ്രദേഴ്സ്. അവൾക്ക് 3 സഹോദരങ്ങളുണ്ട്. ഷീ ഹാസ് 3 ബ്രദേഴ്സ്. അവൾക്ക് 3 സഹോദരങ്ങളുണ്ട്. ഇത് ഹാസൻ ഷീ ഗോട്ട് എന്നുള്ളത് ഞാൻ എഴുതുമ്പോൾ തെറ്റിപ്പോയതാണ്. അവൾക്ക് കിട്ടിയിട്ടില്ലേ എന്നാണ് അത് വരുന്നത്. ഹാസ് ഷീ ഗോട്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് കിട്ടിയിട്ടുണ്ടോ. കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ നെഗറ്റീവ് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ്. പെർഫെക്റ്റ് എല്ലാം വളരെ ഈസിയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ഒക്കെ. ഇനിയും മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ അടുത്ത 4ാമത്തെ ഫോർമുലയായിട്ട് വരാം. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.